അപ്പോൾ പുള്ളി നമുക്ക് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. യെസ്, സക്സസ്. കാലെടുത്തേ, കംപ്ലീറ്റഡ്. ബിഗ് ബോസ്, ഇനി അടുത്ത എന്ത് ടാസ്ക് കൊടുക്കാം പൂജയ്ക്ക്? എങ്ങനെയുണ്ടെന്ന് പറ. ആണോ? ഓ, ഡാൻസ് നമ്മൾ തന്നെയായിരിക്കും അല്ലേ? അതെ. പൂച്ച പേടിയൊന്നുമില്ലേ? പൂജയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണേ. അതായത് നമ്മൾ ഗുഹയ്ക്കുള്ളിൽ പെട്ടു. ഗുണാക്കിയതൊക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ സുഭാഷ് ഈസി ആയിട്ട് രക്ഷപ്പെട്ടാണ്. ആഗ്രഹമൊക്കെ കഴിഞ്ഞ എങ്ങനെയുണ്ട്? ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ ഉയരത്തിൽ നിന്നും? അങ്ങനെ പറക്കാട്ട് നേച്ചർ റിസോർട്ടിൽ നിന്നുമുള്ള മനോഹരമായ വ്യൂ കണ്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് സുഹൃത്തുക്കളെ. പൂജ വെയിറ്റ് ഹിയർ അല്ലേ? സെറ്റല്ലേ? കുഴപ്പമൊന്നുമില്ല. വാട്ട് ഈസ് ഹാപ്പനിങ് എവരിവൺ? ഐ ആം കാർത്തിക് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് പറക്കാട് നേച്ചർ റിസോർട്ടിലെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം എന്ന് പറയാൻ പറ്റില്ല, രണ്ടാമത്തെ ഉച്ചയായി അല്ലേ? ഉച്ച സമയമായി. ഞങ്ങൾ രാവിലെ എണീറ്റ് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഭയങ്കര ടയർഡായിരുന്നു സത്യം പറഞ്ഞാൽ. ഇന്നലത്തെ യാത്രയും ഇതെല്ലാം ആയിട്ടേ ഉറങ്ങിപ്പോയി. ചെറിയൊരു നാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ 2:30 കഴിഞ്ഞു. അപ്പോൾ ലഞ്ചിനുള്ള സമയമായി. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്തായാലും വ്ളോഗ് ലഞ്ചിൽ കൂടി ആരംഭിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകാം സുഹൃത്തുക്കളെ. നമ്മൾ റെസ്റ്റോറൻറ്റ് വാഷ് ഏരിയയിലെത്തി. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കഴിച്ച റെസ്റ്റോറൻറ്റിലല്ല കേട്ടോ. അവിടെ ഇപ്പോൾ എന്താ പെട്ടെന്ന് ഒരു റിനോവേഷൻ എന്തോ നടക്കണം. അപ്പോൾ ഇവിടെ വേറെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. രാവിലത്തെ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അവിടെ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടില്ലേ? അപ്പോൾ ഇവിടെ അല്ലാണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ആരുമില്ല, കാര്യം ഓൾറെഡി 3 മണി ആയതുകൊണ്ട് എല്ലാവരും കഴിച്ചിട്ട് പോയി എന്ന് തോന്നുന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ മെനു കൊള്ളാട്ടോ, അത്യാവശ്യം വലുതാണ്. ഓക്കെ, സൂപ്പ് സംഭവങ്ങളൊക്കെ അത്യാവശ്യം കുറേ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെയുള്ള നോൺ വെജ് സ്റ്റാർട്ടേഴ്സ്. ക്രിസ്പി ഫ്രൈഡ് മട്ടൻ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൂജയ്ക്ക് ഒരു 65 പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ബാക്കിയുള്ള സാധനങ്ങൾ. അപ്പോൾ എന്തായാലും ഫുഡ് വരട്ടെ. ഗൈസ്, അങ്ങനെ ആദ്യം തന്നെ സൂപ്പ് വന്നിട്ടുണ്ട്. മട്ടൻ സൂപ്പ് കുടിച്ചോണ്ടേ. കൊള്ളാം, നല്ല എരിവുണ്ട് കേട്ടോ. ഇത് മറ്റേ തമിഴ്നാട് സ്റ്റൈലാണ്. ഒരു മസാലയൊക്കെ ഉണ്ട്, നല്ല എരിവ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ഇതാണ് ക്രിസ്പി ഫ്രൈഡ് മട്ടൻ, മിക്സ്ഡ് ഫ്രൈഡ് റൈസ്, പൂജയുടെ ചിക്കൻ 65, അത് വെജ് നൂഡിൽസ് അല്ല, സോറി, എഗ് നൂഡിൽസ് ആണ്. ഈ സാധനം വൻ വെറൈറ്റി ആണ് കേട്ടോ. ഇതൊന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ. ക്രിസ്പി ഫ്രൈഡ് മട്ടനാണ്. മട്ടൻ ഈ രീതിയിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കൊള്ളാട്ടോ, കഴിച്ചു നോക്കും. കുറച്ച് ഇങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള ചൈനീസ് സ്റ്റൈലാണ്. കൊള്ളാം. ഓക്കെ സാർ, നമുക്ക് കഴിച്ചിട്ടോ. ഓക്കെ, അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് ഞാനും പൂജ ഡ്രസ്സൊക്കെ മാറി റെഡിയായി. ബിക്കോസ് നമ്മളിനി കേവ് റൂം കാണാൻ പോവുകയാണ്. ഇവിടെ ഇങ്ങനെ ഗുഹയ്ക്കുള്ളിലെ റൂമും അങ്ങനത്തെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടെ നമ്മളങ്ങോട്ട് ജീപ്പിന് പോകണം. പ്ലസ് ഇവിടെ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, അമൽ എന്ന് പറഞ്ഞിട്ട്, പറക്കാട്ടിൽ തന്നെ ഉള്ള ആളാണ്. അപ്പോൾ പുള്ളി നമുക്ക് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം പുള്ളി വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കേവ് റൂമിലേക്ക് പോകും. അങ്ങനെ നമ്മൾ പൂളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പോകാനുള്ള ജീപ്പ് റെഡിയാണ് പൂച്ച്. അതുപോലെ ഇതാണ് അമലാണ് നമ്മൾ ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് തരാൻ പോകുന്നത്. നമ്മൾ ജീപ്പിൽ കൊണ്ടുവന്ന ചേട്ടൻ്റെ പേരെന്താ? സജി. ഓ, മുതലെടുക്കണേണ സജി എന്നുള്ള ഡെയിലോ എനിക്ക് പേര് കേൾക്കുമ്പോൾ ഓർമ്മ. കയറാം, ഫ്രണ്ടിൽ കയറല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, പോവാം നമുക്ക്. അങ്ങനെ നമ്മൾ വന്നിറങ്ങിയ ജീപ്പാണിത്. ഇവിടെയാണ് കേവ് റൂമിൻ്റെ ഏരിയ. പൂച്ച്, ആർ യു റെഡി? യെസ് ചേട്ടാ. ഉണ്ട്, ഞങ്ങൾ ഇന്നലെ വന്ന നമ്മുടെ വീഡിയോ ആണെന്ന് ആൾക്കാരുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോ കേവ് റൂംസിൻ്റെ എൻട്രി ആണ്. ഇവിടെ നിന്ന് ഇനി മെയിനായിട്ടുള്ള റൂംസൊക്കെ അങ്ങോട്ടാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. പൂച്ച്, യു റെഡി? സൈക്ലിങ്ങാ? ഇവിടെ എന്തോ വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്.
അമല് പറയും. നമുക്ക് 3 ആക്ടിവിറ്റീസുകളേ ഉള്ളൂ. ഒന്ന് റോപ്പ് വേ വാക്കിംഗ് ഉണ്ട്, പിന്നെ റോപ്പ് വേ സൈക്ലിംഗ് ഉണ്ട്. അവിടെ റോപ്പ് വേ വാക്കിംഗ് അല്ല, റോപ്പിൽ കൂടി നടന്നു. പിന്നെ റോപ്പ് വേ സൈക്ലിംഗ് ഉണ്ട്, സൈക്ലിംഗ് റോപ്പിൽ കൂടെ ഓടിച്ചു പോകാനും. പിന്നെ റെയിൻ ഡാൻസ്, മഴ വീണ പോലെ നമ്മൾ തന്നെയായിരിക്കും അല്ലേ. അപ്പൊ ബാക്കി കേവ് റൂംസ് ഒക്കെ അങ്ങോട്ടാണല്ലേ? ഓക്കെ. വാട്ടർഫോൾ ഉണ്ട് അവിടെ, പക്ഷേ ഇപ്പൊ വെള്ളം ഇല്ലായിരിക്കും അല്ലേ, വേനൽക്കാലം ആയതുകൊണ്ട്. വാട്ടർഫോൾ നല്ല രസമാണ് അവിടെ. ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ആണല്ലേ, നാച്ചുറൽ ആയിട്ടുള്ളത്, ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറൽ ആയിട്ടുള്ളത്. അടിപൊളി. നമുക്ക് അങ്ങോട്ട് നടന്ന് കാണാം അതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി മറ്റേ എന്താണ് റോപ്പ് വാക്ക് അതിൻ്റെ അങ്ങോട്ട് പോകണത്. ഈ കാണാണ്ട സംഭവം. പൂച്ച് പേടിയൊന്നുമില്ലേ? പൂജയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണേ. ചെറിയ ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. ഐ മീൻ അല്ല, ചെറിയ ഗ്യാപ്പല്ല, കാലം അത്യാവശ്യം പോകാൻ. ഇതുമ്മ ചവിട്ടി പോണോ അല്ലേ? ഈ കമ്പി ചവിട്ടി പോണോ? സൈഡിൽ പിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ പൂജ പോയി കാണിച്ചു തരും നമുക്ക്. നോക്കട്ടെ, പോട്ടെ. പൂജ ഏതാ സ്കൈ വാക്കി കൂടി വന്നോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പൂജ് താഴെ എങ്ങനെയുണ്ട്? എങ്ങനെ ഇപ്പൊ പോണത്? ആണ് സംഭവം കൊള്ളാട്ടെ. പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ചെയ്യാൻ പറ്റും. ഇതിലേക്കുള്ള നടത്തേ. ഇനിതേ പൂജ മറ്റേ മരത്തിന്റെ ഗുഹയിലേക്ക് കയറണം. എവിടെ? പുറത്തോട്ട് വാ. എവിടെ? ഇങ്ങോട്ട് നോക്കൊരു ഹൈ പറയും. കൊള്ളാമോ? ഓക്കെ, പോട്ടെ പോട്ടെ പോട്ടെ. എവിടെ കുരങ്ങന്മാരുണ്ടേ? പൂജ അതിലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പൂജ ഫിനിഷിംഗ് പോയിന്റ് എത്തുന്ന എവിടെയാണോ അങ്ങോട്ട് പോകാൻ. ഈ ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടി കയറി നമുക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകാൻ സുഹൃത്തുക്കളെ. ഇതാണല്ലേ കേവ് റൂം. ഗൈസ്, ഈ കാണുന്നുണ്ട് കേവ് റൂം. കൊള്ളാം. വാട്ടർഫോളൊക്കെ വറ്റി കിടക്കുന്നുണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ വെള്ളം ഉണ്ടാവും അല്ലേ? അടിപൊളി. ഇപ്പം ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാകൊണ്ടാണ്. അതെ, അവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ, അവന്മാര് പ്രശ്നമാക്കോ? അപ്പോൾ ഇതാണ് കേവ് റൂം. നമുക്ക് അങ്ങോട്ട് പോകട്ടെ. പിന്നെ ആദ്യം പൂജനെ പോയി ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് പൊക്കട്ടെ. ഏകദേശം അങ്ങനെ പൂജ ഫിനിഷ് ചെയ്ത് എത്തുന്ന പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പൂച്ച് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ? പക്ഷേ ഇവിടെ അമല് ഞെരിപ്പായിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണേ. പോസ് ചെയ്ത് കൊടുക്കും. അതെ, മുടിയൊക്കെ തിളങ്ങണം. വാ. യെസ്, സക്സസ്. കാലെടുത്തേ, കംപ്ലീറ്റഡ്. ബിഗ് ബോസ്, ഇനി അടുത്ത് എന്ത് ടാസ്ക് കൊടുക്കാം പൂജയ്ക്ക്? എങ്ങനെയുണ്ടെന്ന് പറ. ആണോ? ഇത്രയും ദൂരം വന്ന് കുഴപ്പമില്ല, നടക്കാൻ പറ്റുമല്ലേ? ഒരു ചെറിയൊരു ഇതുപോലൊക്കെ വരും, പേടി പോലെ. ഓക്കെ, എന്നാ വാ, കുരങ്ങന്മാരുടെ അടുത്തേക്ക് വാ. ഇതെവിടെയുണ്ട് ഗൈസ്? അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു പാറയുടെ പുറത്ത് കയറിയിരിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ. ഞങ്ങൾക്ക് മുകളിലേക്ക് നോക്കാൻ പേടിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാലേ ഫുള്ള് അതെ ഫുള്ള് കമ്പനിയാണ്. കാണാൻ പറ്റുമോ നോട്ടോ? അയ്യോ, ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതേ ആ മലയുടെ പൊക്കം നല്ല വ്യൂ ആണ് കേട്ടോ. നോക്കി, അതുണ്ടോ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. പിന്നെ എന്തൊക്കെയോ കരയുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ആൻഡ് മുകളിൽ മൊത്തം കുരങ്ങന്മാരാണ്. പൈസപ്പടുത്തായിട്ട് കേവ് റൂമിലേക്ക് കയറുകയാണ്. ഇതാണ് കേവ് റൂമിലേക്കുള്ള എൻട്രൻസ്. കയറുമ്പോൾ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന വഴിയെന്ന് വെച്ചാൽ കേവ് റൂമിൻ്റെ ബാൽക്കണിയാണ്. അങ്ങോട്ടാണ് കേവ് റൂമിലേക്ക് കയറുന്നത്. നമുക്ക് ഈ ബാൽക്കണി ഒന്ന് നോക്കാം. നല്ല ഭംഗിയാട്ടോ, പൂക്കളൊക്കെ ആയിട്ട്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി അല്ലേ? നല്ല രസമല്ലേ? ആക്ച്വലി വേനൽക്കാലം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് നമ്മളുടെ ഇവിടെ ഫ്രണ്ടിൽ അരുവി പോലെയാണ് ഈ കാണുന്ന സ്ഥലം. ഇവിടുന്ന് ഇതുണ്ടോ, ഇത് വാട്ടർഫോളാണ്. ഇവിടുന്ന് ഇങ്ങനെ വെള്ളം വന്ന് വീണിട്ട് അതിവിടെ കുറച്ച് വെള്ളം കാണാം. അപ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ വെള്ളം കവർ ചെയ്ത് കിടക്കും. ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും. അത് ഭയങ്കര രസമായിരിക്കും അല്ലേ? അടിപൊളിയായിരിക്കും. പിന്നെ ഇതാണ് കേവ് റൂം. എനിക്ക് തോന്നുന്നു താഴെ മുകളിലും ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ മുകളിൽ നമുക്ക് ആ ഭാഗത്ത് നിൽക്കാൻ പറ്റും. പക്ഷേ ഇത് പക്ക പ്രകൃതിയായിട്ട് ഇണങ്ങി കിടക്കണ ഒരു സംഭവം. അതായത് ഈ ഒരു ഫ്രെയിം തന്നെ നിങ്ങൾ നോക്കി കണ്ടോ, പൂക്കളും കാടും ഒക്കെ ആയിട്ട് അതിൻ്റെ നടുക്ക് നമുക്ക് നിൽക്കാം. അപ്പോൾ ആ ഒരു ഫീൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എന്തായാലും കേവ് റൂംസ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കേവ് റൂമിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ നോക്കി, അടിപൊളി. ഇത് നമ്മൾ കാടൊക്കെ ഇട്ട് തന്നെ കയറണം. കാടിങ്ങനെ ടാപ്പ് ചെയ്ത് എല്ലാം നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് ആയുള്ള രീതി തന്നെ ചെയ്തിട്ടുള്ളത്. അടിപൊളി. അടുത്തായിട്ട് കേവ് റൂമിൻ്റെ അകത്തേക്ക് കയറാൻ പോകണം. ഗൈസ്, നമുക്ക് ഇപ്പോൾ ഇവിടെ തുറന്ന് കിട്ടി. 9002 കേവ് റൂമിലേക്ക് നമ്മൾ കയറണം. ഇവിടെ ലൈറ്റൊക്കെ ഇച്ചിരി കുറവാണ് കേട്ടോ. മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. കിട്ടിയില്ല. അതായത് നമ്മൾ ഗുഹയ്ക്കുള്ളിൽ പെട്ടു. ബാക്കി ഇങ്ങനെ ആയിരുന്നെങ്കിൽ സുഭാഷ് ഈസി ആയിട്ട് രക്ഷപ്പെട്ടേനെ. നമുക്ക്
നല്ല ഇതാട്ടോ. ഇവിടെ ഇപ്പോൾ ലൈറ്റ് ഇച്ചിരി കുറവായതുകൊണ്ടാണ് ഈ വിഷ്വൽ അത്ര ഒരു ഇത് കിട്ടാത്തത്. പക്ഷേ നേരിട്ട് കാണാൻ അടിപൊളി. എല്ലാ സെറ്റിങ്സും ഉണ്ട്. ടി വിയുടെ അവിടെ ടി വി ഉണ്ട്, പെട്ടി വേണമെങ്കിൽ അതുണ്ട്, ടീ കോഫി മേക്കർ, പിന്നെ നമുക്കൊരു സോഫ, അടിപൊളി ഒരു ബെഡ്, പിന്നെ റൂമിൽ നിന്ന് നമുക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇത് നോക്കി ഞങ്ങൾ ആക്ച്വലി വന്നപ്പോൾ ഞാനും പൂജ ഇതിൽ തൊട്ട് നോക്കിയായിരുന്നു. ഇത് ഒറിജിനൽ പാറ പോലെ തന്നെ ഉണ്ടല്ലേ. ഞങ്ങൾ ചേച്ചിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും, പക്ഷേ തട്ടി നോക്കുമ്പോൾ നല്ല കട്ടി പാറ പോലെ തന്നെ അല്ലേ. അടിപൊളി. ഗൈസ് നമ്മളിപ്പോൾ താഴത്തെ കേവ് റൂമിൽ നിന്ന് ഇറങ്ങി മുകളിലേക്ക് കയറി. ഇതാണ് നമ്മൾ നേരത്തെ ആദ്യം നിന്നൊരു ബാൽക്കണി ഇതാണ്. ഇതിപ്പോൾ നമ്മൾ മുകളിലേക്ക് വന്നു. ഇവിടെ നല്ല രസമായിട്ടാണ് കാണാൻ. ഇതൊക്കെ പൂക്കളൊക്കെ ആയിട്ട്. ഇതാണ് വേറൊരു കേവ് റൂമാണിത്. ഇവിടെ ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ വന്നിങ്ങനെ കാഴ്ചയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കുറച്ചും കൂടി അല്ലേ, കുറച്ചുകൂടി പൊക്കത്തു നിന്നുള്ള വ്യൂ ആണ്. ഗൈസ് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ മുകളിലത്തെ കേവ് റൂമും കൂടി ഒന്ന് കാണാം കേട്ടോ. നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. കമാൺ. അകത്തേക്ക് കയറുമ്പോൾ ലക്ഷറി ഒന്നും പറയില്ല. അത് ഇഷ്ടംപോലെ വെള്ളം. സോഫയൊക്കെ നോക്കി അടിപൊളി. പിന്നെ ബെഡ്. പിന്നെ ഇവിടുത്തെ ഈ ലൈറ്റിങ് അതുണ്ടോ പല കളറിലായിട്ട്. പിന്നെ ഇത് ഈ മിന്നുന്നത് വീഡിയോയിലായതുകൊണ്ടാണ്, ശരിക്കും അതില്ല അങ്ങനെ. ഇപ്പോൾ ഇതുണ്ട് ഈ ലൈറ്റ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന. ഏതാ ഈ ചെയ്തേക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ ഗുഹയുടെ ഉള്ളിലൊക്കെ താമസിക്കാനായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വരുന്നത്. AC ഉണ്ട്, എയർ കണ്ടീഷനിങ് ഉണ്ട്, സെറ്റാണ്. പിന്നെ ബാത്റൂം അൾട്രാ ലക്ഷറി ബാത്റൂമാണ്. ഈ ബാത്റൂമിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടൈൽ ചെയ്തേക്കുന്നുണ്ട് ഈ ഇവിടെ സൈഡിൽ. ഇത് 1 ലക്ഷറി അല്ലേ ഗൈസ്. ബാത്റൂം ഒന്നും പറയല്ല, കിടില മനോഹരമായ അല്ലേ, ഭയങ്കര ഫീൽ. അതായത് ഒരു ഗുഹയ്ക്കകത്ത് 1 സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബാത്റൂം. അപ്പം അല്ല ഒരു റൊമാൻറ്റിക് സ്റ്റേ ആണ്. റൊമാൻറ്റിക് വരുന്നതാന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെ അകത്ത് ഞാൻ പൂജനെ വീണ്ടും കല്യാണം കഴിഞ്ഞ ശേഷം പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. അല്ല നൈസ് ആയിരിക്കും കേട്ടോ. ആക്ച്വലി നിങ്ങളുടെ തമ്മിൽ ഞങ്ങൾ വെച്ചെടുത്താണ്. ജസ്റ്റ് ഞാൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തോട്ടെ. അടിപൊളി. അപ്പോൾ ഇവിടെ നമുക്ക് കുളിച്ച് വൃത്തിയാടാക്കാൻ പോലും തോന്നില്ല, അതേപോലെ കിടക്കുകയാണ് അല്ലേ. അത് ഇവിടെ മിററുണ്ട്, അവിടെ മിററുണ്ട്, ജക്കൂസി നോക്കി അടിപൊളി. അപ്പോൾ ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ് ഇതൊക്കെ വരുന്നത്. പക്ഷെ എന്തായാലും ഇങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട് ഇവിടെ. ഇറങ്ങാം നമുക്കെന്നാ. നമ്മുടെ റൂം ഇതാ ഒരിക്കൽ കൂടി. ഒന്നും പറയില്ല, വല്ലാത്തൊരു ഫീലായിരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അല്ലേ. രാത്രിയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകാം. ഗൈസ് അപ്പോൾ പോണേക്കുമ്പോൾ പൂജയ്ക്ക് ഒരാഗ്രഹം കൂടി, ഇതിലേക്കൂടെ സൈക്കിളും ചവിട്ടണമെന്ന്. സ്കൈ സൈക്കിൾ ചെയ്തോട്ടാ. താഴേന്ന് വീഡിയോ എടുക്കേ. കമാൺ. തീർന്നാ ആഗ്രഹമൊക്കെ കഴിഞ്ഞാ? എങ്ങനെയുണ്ട്? ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ ഉയരത്തിൽ നിന്നും? കൊള്ളാട്ടോ നമ്മൾ. ഓക്കെ അങ്ങനെ കേവ് റൂം വിസിറ്റും സൈക്ലിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മൾ വലിച്ചിട്ടുന്നില്ല. ആക്ച്വലി ഇന്നും കൂടി ഉള്ളൂ. നാളെ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അതിൻ്റെ കാഴ്ചകളൊക്കെ ഷോർട്സിൽ കാണാം. ബൈ ദ വേ ഡെയിലി നമ്മൾ ഷോർട്സ് വരുന്നുണ്ട്. ലോങ് വീഡിയോസ് മാത്രം കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് പറക്കാട് നേച്ചർ റിസോർട്ടിൽ നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ സുഹൃത്തുക്കളെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മൾ മിസ്റ്റർ വ്ലോഗ്സ് സെൽസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ. ബാൽക്കണിയിലോട്ട് ഇതുവഴി ഇറങ്ങാം. ത്യാമല് പിന്നെ വന്നു. അപ്പോൾ ഇതുവഴി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. ഞാൻ പറയണ്ട, ആരും എടുത്ത് കമൻറ്റ് ചെയ്തായിരുന്നു പൂജ ചിരിക്ക് മാത്രമേ ഉള്ളൂ, ഒന്നും മിണ്ടില്ല. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ചില പ്രത്യേക സാഹചര്യങ്ങൾ.